നമസ്കാരം, എൻ്റെ പേര് ഗ്ലിൻസി. ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസറാണ്. സ്വദേശം തൃശ്ശൂരാണ്. അപ്പോൾ അതുപോലെ ഇന്നും വീണ്ടും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ പറ്റിയിട്ടുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. പ്രത്യേകിച്ചും പ്രഗ്നൻസി അല്ലെങ്കിൽ മെറ്റേണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ സെർച്ച് ചെയ്യുന്നവരൊക്കെയാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാനായിട്ടും ശ്രമിക്കുക. ഞാൻ മെയിനായിട്ട് ഒരു വീഡിയോ ചെയ്യാനായിട്ട് കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലായിട്ട് ഒത്തിരി ചെറുപ്പക്കാരായിട്ടുള്ള ചേട്ടന്മാർ ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഇൻഷുറൻസിൽ മെറ്റേണിറ്റി കവറേജ് ലഭ്യമാണോ, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ ഇപ്പോൾ 2 മാസമായിട്ടുണ്ട്, പോളിസൊക്കെ എടുക്കാനായിട്ട് പറ്റുമെന്നൊക്കെ ചോദിക്കാറുണ്ട്. ശരിക്കും നമുക്കറിയാം, മക്കളൊക്കെ ഉണ്ടാവുക എന്ന് പറയുന്നത് ദൈവത്തിന് വലിയൊരു ദാനമാണ്, നമുക്ക് ബ്ലെസ്സിംഗ് ആണെന്നൊക്കെ നമുക്കറിയാം. എങ്കിലും ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് വരികയാണെങ്കിൽ എല്ലാ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളിലും മെറ്റേണിറ്റി പ്ലാൻ ലഭ്യമല്ല. എങ്കിലും മാർക്കറ്റിൽ ചില കമ്പനികളുടെ പോളിസികളിൽ മെറ്റേണിറ്റി നമുക്ക് കവറേജ് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ചും മെറ്റേണിറ്റി പോളിസികളൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ 2 മാസം 3 മാസം ആ ഒരു മാസമായിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ മുന്നേ തന്നെ, അതായത് കെയറിങ് ആവുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ പോളിസികൾ എടുത്താലാണ് നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. വേറൊന്നുകൊണ്ടല്ല, ഇൻഷുറൻസ് കമ്പനിക്ക് അത് ബാധ്യതയായിട്ട് മാറുന്നതുകൊണ്ടാണ്. കെയറിങ് ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള പോളിസി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട്, മെറ്റേണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾക്ക് നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ കെയറിങ് ആവുന്നതിന് മുമ്പ് തന്നെ, ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് തന്നെ ഈ ഒരു പോളിസി എടുത്തു വയ്ക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ പോളിസി എടുക്കുമ്പോൾ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഈ പോളിസി എടുക്കാനായിട്ട് ശ്രമിക്കുക. മിക്ക പോളിസികളിലും ഭാര്യ ഭർത്താവ് ഉണ്ടെങ്കിലാണ് പോളിസി എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഈ പ്രൊഡക്റ്റ് കമ്പാരിസണിലേക്ക് നമുക്ക് നോക്കാം. നമ്മൾ മെറ്റേണിറ്റിക്ക് വേണ്ടി ഫസ്റ്റ് കമ്പാരിസനായിട്ട് എടുത്തിരിക്കുന്ന ഒരു പോളിസി എന്ന് പറയുന്നത് ഫ്യൂച്ചർ ജനറാലിയുടെ ഹെൽത്ത് സൂപ്പർ സേവർ എന്ന് പറയുന്നൊരു പ്ലാനാണ്. ഇത് കാലങ്ങളായിട്ട് മാർക്കറ്റിലുണ്ട് ഈ ഒരു പ്ലാൻ. ഇത് ഇപ്പോൾ ഓൺലൈനായിട്ട് കമ്പനി സെല്ല് ചെയ്യുന്നില്ല. ഏജൻറ്റ് പോർട്ടലിലൂടെ ഇപ്പോഴും ഈ ഒരു പോളിസി സെല്ല് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, എൻട്രി ഏജ് 18 വയസ്സ് മുതൽ 70 വയസ്സ് വരെയാണ്. വെയിറ്റിംഗ് പീരീഡ് നമുക്ക് 9 മാസമാണ് വെയിറ്റിംഗ് പീരീഡ് വരുന്നുള്ളൂ മെറ്റേണിറ്റിക്ക്. അതായത് ഈ ഒരു പോളിസി എടുത്തിട്ട് ഒരു 9ാമത്തെ മാസം നമുക്ക് ഡെലിവറി ആവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു എമൗണ്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് കമ്പനി പറയുന്നത്. വെറും 9 മാസം മെറ്റേണിറ്റിക്ക് വെയിറ്റിംഗ് പീരീഡ് വരുന്നുള്ളൂ. ഇത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് ഈ 9 മാസം വെയിറ്റിംഗ് പീരീഡ് വരുന്നത്. മെറ്റേണിറ്റി കവറേജ് അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്രമാത്രം നമുക്ക് കവറേജ് കിട്ടും. ഒരു 5 lakhൻ്റെ ഒരു പോളിസി ആണെങ്കിൽ നമുക്ക് 25,000 വരെ നോർമൽ ഡെലിവറി, 30,000 വരെ സിസേറിയൻ ആണെങ്കിൽ 30,000 വരെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അത് 10 ലക്ഷത്തിലേക്ക് വരെ ആണെങ്കിൽ നമുക്ക് നോർമൽ ഡെലിവറി ആണെങ്കിൽ 30,000, സിസേറിയൻ ആണെങ്കിൽ 40,000 വരെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അത് നമ്മളെടുക്കുന്ന സം ഇൻഷുറൻസിനനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ന്യൂ ബോൺ ബേബി കവറേജ് ഈ പോളിസിയിൽ വരുന്നില്ല. ശരിക്കും ഇതൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി കൂടിയിട്ടാണ്. ഇത് മെറ്റേണിറ്റി മാത്രമല്ല കവർ ചെയ്യുന്നത്, അതിൻ്റെ കൂടെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസും കവർ ചെയ്യുന്നുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ സം ഇൻഷുർഡ് നമുക്കൊരു 3 lakh മുതൽ 50 ലക്ഷം വരെയാണ് ഈ ഒരു പോളിസിയിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നത്. റൂം റെൻറ്റ് എല്ലാവരും ചോദിക്കുന്ന പോലെ തന്നെ റൂം റെൻറ്റ് അങ്ങനെ ഇങ്ങനെ കോ പേയ്മെൻറ്റ് ഒന്നുമില്ല, നമുക്ക് എനി റൂം ചൂസ് ചെയ്യാം. റീസ്റ്റോറേഷൻ്റെ കാര്യത്തിൽ റീസ്റ്റോറേഷൻ ആ ഒരു കുമുലേറ്റീവ് ബോണസ് അത്തരത്തിലുള്ള ഫീച്ചേഴ്സ് ഈ ഒരു പോളിസിയിൽ വരുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് 80% ഡിസ്കൗണ്ടാണ് കമ്പനി നെക്സ്റ്റ് റിന്യൂവൽ ടൈമിൽ പ്രൊവൈഡ് ചെയ്യുന്നത്, നമ്മൾ ക്ലെയിം ഒന്നും എടുത്തില്ലെങ്കിൽ. അതായത് ഞാനൊരു 10,000 രൂപയുടെ പോളിസിയാണ് എടുത്തിട്ടുള്ളതെങ്കിൽ സെക്കൻഡ് ഇയർ എനിക്ക് 2,000 രൂപ അടച്ചാൽ മതി. അതായത് 80% കമ്പനി നമ്മൾ ഓഫർ ചെയ്യുകയാണ്. അത് ക്ലെയിം ചെയ്യരുത് എന്നുള്ളൊരു കണ്ടീഷനോടെ അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രീ പോസ്റ്റ് 60-90, അതായത് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവുന്നതിനുള്ള 60-90 ഡേയ്സ്. ഇത് മെറ്റേണിറ്റിക്ക് ഇത് ബാധകമല്ല. മെറ്റേണിറ്റി എക്സ്പെൻസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു നോർമൽ ഡെലിവറി 25,000, 30,000, 5 ലക്ഷത്തിന് ആ ഒരു എമൗണ്ടിലാണ് നിൽക്കുന്നത്. ഇത് ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് വരുന്ന കാര്യങ്ങളാണ് പ്രീ പോസ്റ്റിൻ്റെ എക്സ്പെൻസ് പറയുന്നത്. അതുപോലെ ആയുഷ് ട്രീറ്റ്മെൻറ്റ് അത് അപ് ടു സം ഇൻഷുർഡ് വരെ നമുക്ക് കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. അതുപോലെ വെയിറ്റിംഗ് പീരീഡ്, നമ്മൾ എല്ലാ പോളിസി എടുക്കുമ്പോൾ നമുക്ക് വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവാറുണ്ട്. ഇതിൻ്റെ ഒരു ഇനീഷ്യൽ വെയിറ്റിംഗ് പീരീഡ് സാധാരണ പറയുന്ന പോലെ തന്നെ 30 ദിവസമാണ് ഒരു പോളിസി ആക്റ്റീവ് ആവാനായിട്ട് വേണ്ട സമയം. അതുപോലെ സ്പെഷ്യൽ ഡിസീസും പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസും, അതായത് ചില അസുഖങ്ങൾക്ക് പറയാറുണ്ട് പലപ്പോഴും ഇൻഷുറൻസിൽ, ഈ പൈൽസ്, കിഡ്നി സ്റ്റോൺ, ഹെർണിയ ഇങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ സ്പെഷ്യൽ ഡിസീസ് പതുക്കെ വളരുന്ന അസുഖങ്ങൾക്കൊക്കെ 24 months തന്നെയാണ്. പ്രീ എക്സിസ്റ്റിങ്ങിനും ഇവിടെ 24 months തന്നെയാണ് വരുന്നത്. പ്രീമിയം നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 30-25 വയസ്സുള്ള ഭാര്യയ്ക്കും ഭർത്താവിനും വരുന്ന പ്രീമിയം ഒരു 5 lakhനൊക്കെ 14,000 രൂപയ്ക്ക് അടുത്താണ് വരുന്നത്. അത് 10 ലക്ഷത്തേക്ക് വരാണെങ്കിൽ ഒരു 19 രൂപയ്ക്ക് അടുത്താണ് വരുന്നത്. അപ്പോൾ ഞാൻ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ സിസ്റ്ററിനൊക്കെ ഞാൻ എടുത്തു കൊടുത്തേക്കുന്ന ഒരു പ്ലാൻ സൂപ്പർ ഹെൽത്ത് സൂപ്പർ സെവർ എന്ന് പറയുന്നൊരു പ്ലാനാണ്. മെയിൻ 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്നെന്ന് പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ 9 മാസമാണ് മെറ്റേണിറ്റിക്ക് വെയിറ്റിംഗ് പീരീഡ് വരുന്നുള്ളൂ. രണ്ടാമത്തേതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിൽ 80% ഡിസ്കൗണ്ട് വരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി, ഇത് ഇപ്പോൾ നിലവിൽ 2 മാസം 3 മാസമൊക്കെ ആയിട്ടുള്ളവർ ഈ പോളിസി എടുത്തിട്ട് യൂസ്ഫുൾ ആയിരിക്കില്ല. കെയറിങ് ആവുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള പോളിസി എടുത്താലാണ് നമുക്ക് ഇതിൻ്റെ ഫ്രൂട്ട് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പോളിസി ഭാവിയിൽ വേണമെങ്കിൽ പോർട്ട് ചെയ്ത് പോകാം. ഇപ്പോൾ നമുക്കിപ്പോൾ ഇതിൻ്റെ ഫ്രൂട്ടൊക്കെ എടുത്തിട്ട് ഇപ്പോൾ 2ാമത്തെ വർഷമൊക്കെയാണ് ഡെലിവറി വരുന്നതെങ്കിൽ നമുക്ക് ഡബിൾ ബെനിഫിറ്റ് ആണ്. കാരണം വെച്ചാൽ നമുക്കതിൻ്റെ ഡിസ്കൗണ്ട് കിട്ടുകയും ചെയ്യും, നമുക്ക് ഡെലിവറി യൂസ് ചെയ്യാം. 3ാമത്തെ വർഷമാണ് വേറെ കമ്പനിയിലേക്ക് പോർട്ട് ചെയ്ത് പോകാനും നമുക്ക് സാധിക്കും ഒരു പോളിസിയിൽ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പരിഗണിക്കേണ്ട ഒരു കമ്പനിയാണ് ഫ്യൂച്ചർ ജനറലിയുടെ ഹെൽത്ത് സൂപ്പർ സേവർ എന്ന് പറയുന്ന ഒരു പ്ലാൻ. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ICICI ലൊംബാർഡിൻ്റെ ഒരു ഹെൽത്ത് അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന ഒരു പ്ലാൻ ഉണ്ട്. അതുപോലെ തന്നെ
കെയർ ഹെൽത്തിൻ്റെ ജോയ് ടുഡേ എന്ന് പറയുന്ന ഒരു പോളിസി ഉണ്ട്. ഇതും 9 മാസം നമുക്ക് വെയിറ്റിംഗ് പീരീഡ് വരുന്നുള്ള മെറ്റേണിറ്റി കവറേജ് ചെയ്യാനായിട്ട് ഞാനിന്നിപ്പോൾ എടുത്തേക്കുന്ന ICICI ലോംബാർഡിൻ്റെ ഹെൽത്ത് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നൊരു പ്ലാനാണ്. ഇതിൽ എൻട്രേജ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെയാണ് ഒരു പോളിസി നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നത്. വെയിറ്റിംഗ് പീരീഡ് 9 months ആണ്. ഇതിൻ്റെയും നമ്മുടെ ഫ്യൂച്ചർ ജനറലി പോലെ 9 മാസമാണ് വെയിറ്റിംഗ് പീരീഡ് വരുന്നുള്ളൂ. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കെയറിൻ്റെ ജോയ് ടുഡേയിലും ICICI ലോംബാർഡിലും നമുക്ക് 3 year പ്രീമിയം ഒരുമിച്ച് എടുത്താലാണ് നമുക്ക് ആ ഒരു ബെനിഫിറ്റ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുക. മെറ്റേണിറ്റി കവറേജ് പറയുകയാണെങ്കിൽ 10% സം ഇൻഷുർഡ് ആണ്. അതായത് 5 ലക്ഷത്തിൻ്റെ ഒരു പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 50,000 വരെ യൂസ് ചെയ്യാം. ഈ പറയുന്ന 3 year പ്രീമിയം നമ്മൾ അടച്ചിട്ടുണ്ടെങ്കിൽ. ന്യൂ ബോൺ ബേബി കവറേജ് എന്ന് പറയുന്നത് നമുക്ക് മെറ്റേണിറ്റി കവറേജിൻ്റെ ഡബിളാണ് അവർ ഓഫർ ചെയ്യുന്നത്. ICICI ലോംബാർഡിൽ ഹെൽത്ത് അഡ്വാൻറ്റേജിൽ ബേബി കവറേജ് കൊടുക്കുന്നത് മെറ്റേണിറ്റി കവറേജിൻ്റെ എത്രയാണോ, അതായത് 50,000 ആണെങ്കിൽ 1 ലക്ഷം വരെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ സം ഇൻഷുർഡ്, ഇതും ഇതുപോലെ തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി തന്നെയാണ്. ഇതിന് സം ഇൻഷുർഡ് എന്ന് പറയുന്നത് 5 ലക്ഷം മുതൽ 3 കോടി വരെയൊക്കെയുള്ള സം ഇൻഷുർഡ് നമുക്ക് എടുക്കാം. എനി റൂം ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ 1 time റീസ്റ്റോറേഷനാണ്. നമ്മുടെ ഫ്യൂച്ചർ 4ൽ റീസ്റ്റോറേഷൻ ഉണ്ടായിരുന്നില്ല, ഇതിൽ 1 time റീസ്റ്റോറേഷൻ, അതായത് ഒരു 5 ലക്ഷം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരു 5 ലക്ഷം റീസ്റ്റോറേഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കുമുലേറ്റീവ് ബോണസും വരുന്നുണ്ട്. അതായത് ഇയർലി നമുക്ക് 20% വെച്ച് അങ്ങനെ 100% ആവുന്ന വരെ, അതായത് 5 ലക്ഷത്തിന് എടുത്ത ആ ഒരു പോളിസി നമുക്കൊരു 10 ലക്ഷം ആവുന്ന വരെ പോകുന്നുണ്ട് ഇയർലി 20% വെച്ചിട്ട്. അതുപോലെ തന്നെ ആയുഷ് ട്രീറ്റ്മെൻറ്റ് അപ് ടു സം ഇൻഷുർഡ് കവർ ചെയ്യുന്നുണ്ട്. പിന്നെ വെയിറ്റിംഗ് പീരീഡ് സാധാരണ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനീഷ്യൽ വെയിറ്റിംഗ് പീരീഡ് 30 ദിവസമാണ്. സ്പെസിഫിക് ഇൽനെസ്സും അതുപോലെ പ്രീ എക്സിസ്റ്റൻറ്റ് ഡിസീസിനുള്ള വെയിറ്റിംഗ് പീരീഡ് 24 മാസം തന്നെയാണ് ഇവിടെയും വരുന്നത്. പ്രീമിയം നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല പ്രീമിയം വരുന്നുണ്ട്. 3 year പ്രീമിയം ഒരുമിച്ച് എടുക്കേണ്ടത് കൊണ്ട് 50,000 രൂപയുടെ മേലെ, എക്സാക്റ്റ് എമൗണ്ട് അല്ലത് എങ്കിൽ തന്നെയും 50,000 രൂപയുടെ മേലെ പോകുന്നുണ്ട്. 3 വർഷത്തെ പ്രീമിയം നമ്മൾ ഒരുമിച്ച് എടുത്താലാണ് ഈ പറയുന്ന ഫീച്ചേഴ്സ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുക. ഇതിലൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത് ന്യൂ ബോൺ ബേബി കവറേജ് നമുക്ക് ട്വൈസ് കിട്ടുന്നുണ്ട്, അതായത് ഡബിൾ കിട്ടുന്നുണ്ട്. മെറ്റേണിറ്റി കവറേജിൻ്റെ ഇരട്ടി കിട്ടുന്നുണ്ട്. അതൊരു അട്രാക്ഷനാണ്. അപ്പോൾ ഈ 9 മാസമാണ് വെയിറ്റിംഗ് പീരീഡ് ഇവിടെയും വരുന്നുള്ളൂ. പക്ഷേ 3 year പ്രീമിയം നമ്മൾ ഒരുമിച്ച് എടുത്താലാണ് അതിൻ്റെ ഫ്രൂട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് നമുക്ക് പരിഗണിക്കാവുന്ന ഒരു പോളിസിയാണ് സ്റ്റാർ ഹെൽത്തിൻ്റെ വുമൺ കെയർ എന്ന് പറയുന്ന ഒരു പോളിസി. ഇത് 18 വയസ്സ് മുതൽ 75 വയസ്സ് വരെയുള്ളവർക്കാണ് ഈ ഒരു പോളിസിയിൽ നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത്, ഇവിടെ വെയിറ്റിംഗ് പീരീഡ് 15 അല്ലെങ്കിൽ 15 ലക്ഷത്തിൻ്റെ സം ഇൻഷുർഡ് ആണെങ്കിൽ നമുക്കൊരു 12 മാസം മതി, 1 വർഷം മതി എങ്കിൽ. പക്ഷേ 5-10 ലക്ഷത്തിൻ്റെ ഒക്കെ പോളിസി എടുക്കുന്നവരാണെങ്കിൽ നമുക്ക് മെറ്റേണിറ്റിക്ക് വെയിറ്റിംഗ് പീരീഡ് വരുന്നത് 24 മാസമാണ്, അതായത് 2 വർഷമാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ കവറേജ്, മെറ്റേണിറ്റിക്ക് വരുന്ന കവറേജ് 5 ലക്ഷത്തിന് എടുക്കുന്ന വ്യക്തിക്കാണെങ്കിൽ 25,000 രൂപയും 10 ലക്ഷത്തിനൊക്കെ എടുക്കുന്നവർക്ക് 50,000 രൂപയാണ് വരുന്നത് ഇതിൻ്റെ കവറേജ് വരുന്നത്, മെറ്റേണിറ്റി കവറേജ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ബേബി കവറേജ് വരുന്നത് 25% ആണ്. അതായത് നമുക്ക് 10 ലക്ഷത്തിൻ്റെ ഒക്കെ പോളിസി എടുക്കുന്ന ആൾക്ക് 2.5 ലക്ഷം വരെയാണ് നമുക്ക് കവറേജ് കിട്ടുന്നത്. 25% സം ഇൻഷുർഡിൻ്റെ ബേബി കവറേജ് കിട്ടുന്നത്. അപ്പോൾ ഇതിന് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അസിസ്റ്റഡ് റീപ്രൊഡക്ഷൻ, നമ്മളിപ്പോൾ IVF പോലെ ട്രീറ്റ്മെൻറ്റുകൾ ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. 5 ലക്ഷത്തിൻ്റെ ഒക്കെ പോളിസി എടുക്കുന്നവരാണെങ്കിൽ 50,000 രൂപയും അതുപോലെ തന്നെ 10 ലക്ഷത്തിൻ്റെ ഒക്കെ എടുക്കുന്നവർക്കാണെങ്കിൽ 1 ലക്ഷം വരെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. 36 മാസം കഴിഞ്ഞാലാണ്, നമുക്ക് 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന, അതായത് IVF പോലുള്ള ട്രീറ്റ്മെൻറ്റുകൾക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസും കവർ ചെയ്യുന്നുണ്ട്. ഇതിൽ 5 ലക്ഷം മുതൽ 1 കോടി വരെയുള്ള കവറേജാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ 5 ലക്ഷത്തിൻ്റെ എടുക്കുകയാണെങ്കിൽ നമുക്ക് റൂം റെൻറ്റിൻ്റെ കാര്യത്തിൽ 1% ആണ് 5 ലക്ഷത്തിൻ്റെ പോളിസികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. 10 ലക്ഷം മുതലുള്ള പോളിസികൾക്കാണ് നമുക്ക് എനി റൂം ചൂസ് ചെയ്യാം, എക്സെപ്റ്റ് സൂട്ട് റൂമാണ്. പിന്നെ ഇതിലും 1 time റീസ്റ്റോറേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മുന്നേ സംസാരിച്ച പോലെ തന്നെ നമുക്ക് 100% നമുക്ക് ഒരു കുമുലേറ്റീവ് ബോണസ് 20% വെച്ച് ഇയറിൽ കൂടി അങ്ങനെ 100% ആവുന്ന വരെ പോകുന്നുണ്ട്. 5 ലക്ഷം എടുത്ത വ്യക്തിക്ക് 10 ലക്ഷം ആവുന്ന വരെ പോകുന്നുണ്ട് അതിൽ. പിന്നെ പ്രീ ആൻഡ് പോസ്റ്റ്, നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവുന്നതിനുള്ള 60 ഡേയ്സിൻ്റെയും ഡിസ്ചാർജ് ചെയ്തിട്ട് 90 ദിവസം വരെയുള്ള എക്സ്പെൻസൊക്കെ നമുക്ക് ഇതിലും കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ആയുഷ് ട്രീറ്റ്മെൻറ്റ് അപ് ടു സം ഇൻഷുർഡ് വരെ യൂസ് ചെയ്യാം. പിന്നെ ഇതിൽ കുറേ റൈഡേഴ്സ് പറയുന്നുണ്ട്. ഇതിൽ പ്രത്യേകിച്ചും എടുത്ത് പറയേണ്ടത് ക്യാൻസറൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ലെംസ് എമൗണ്ട് കിട്ടുന്ന റൈഡർ അവർ പറയുന്നുണ്ട് ഈ ഒരു വുമൺ കെയർ പോളിസിയിൽ. വെയിറ്റിംഗ് പീരീഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 30-24 ഇതിൽ വെയിറ്റിംഗ് പീരീഡ് വരുന്നത്. പ്രീമിയം വരുന്നത് 13,847 13,000 രൂപയ്ക്ക് അടുത്താണ് ഒരു 5 ലക്ഷത്തിൻ്റെ കവറേജിന് വരുന്ന പ്രീമിയം വരുന്നത് സ്റ്റാർ ഹെൽത്തിൻ്റെ വുമൺ കെയറിൽ. അപ്പോൾ ഇതും അട്രാക്റ്റീവ് ആയിട്ടുള്ള പോളിസി തന്നെയാണ്. നമുക്ക് 1 year ആണ്, 15 അല്ലെങ്കിൽ അതിന് മേലേക്കുള്ള പോളിസികൾക്കൊക്കെ ആണെങ്കിൽ 12 months ആണ് വെയിറ്റിംഗ് പീരീഡ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പോളിസി നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നാലാമതായിട്ട് നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന മറ്റൊരു പ്ലാനാണ് നിവാവുപ്പയുടെ പ്രീമിയം പ്ലാൻ. കുറച്ചും കൂടി റേറ്റ് കുറച്ച് കൂടുതലാണ്, എന്നാലും ഫീച്ചേഴ്സ് ഒത്തിരി ഉണ്ട്. ഇതും 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ളവർക്കാണ് ഈ ഒരു പോളിസി നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് ഇതിൽ മെറ്റേണിറ്റി വെയിറ്റിംഗ് പീരീഡ് വരുന്നത് 24 മാസമാണ് നമുക്ക് വെയിറ്റിംഗ് പീരീഡ് വരുന്നത്. അപ്പോൾ മെറ്റേണിറ്റി ഇപ്പോൾ നോക്കുന്നില്ല, ഭാവിയിൽ മെറ്റേണിറ്റി നോക്കുന്നുള്ളവരൊക്കെ ആണെങ്കിൽ
24 മാസം കഴിഞ്ഞിട്ട് നോക്കുന്നവരൊക്കെ ആണെങ്കിൽ ഈ ഒരു പോളിസി നല്ലൊരു ഓപ്ഷനാണ്. ഇത് 5 ലക്ഷത്തിന് നമുക്ക് ഇവിടെ കിട്ടുന്നത് 24 മാസം കഴിയുമ്പോൾ 40,000 രൂപയും 10 ലക്ഷത്തിന് 70,000 രൂപയാണ് നമുക്കിതിൽ കിട്ടുന്നത്. ഇതിൽ ന്യൂ ബോൺ ബേബി എക്സ്പെൻസ് അത് അപ് ടു സം ഇൻഷുർഡ് വരെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അത് നെക്സ്റ്റ് റിന്യൂവൽ ടൈം വരെയാണ് ഇതിൻ്റെ ഒരു വാലിഡിറ്റി ഉള്ളത്. അപ് ടു സം ഇൻഷുർ വരെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസും കവർ ചെയ്യുന്നുണ്ട്. ഒരു പോളിസിയിൽ 5 ലക്ഷം മുതൽ 3 കോടി വരെയുള്ള എക്സ്പെൻസാണ് നമുക്കിതിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ 2 പ്ലാനുകളുണ്ട്. ഇതിൽ ഒന്ന് ഗോൾഡ് പ്ലാനും അതുപോലെ തന്നെ പ്ലാറ്റിനം പ്ലാനും. ഇതിൽ ഗോൾഡ് പ്ലാൻ ആണെങ്കിൽ നമുക്ക് ലിമിറ്റ് പറയുന്നില്ല, എക്സെപ്റ്റ് സൂട്ട് റൂം. പ്ലാറ്റിനം പ്ലാനിലാണ് നമുക്ക് എനി റൂം ചൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതിലും 1 ടൈം റീസ്റ്റോറേഷനൊക്കെ ഉണ്ട്. അതായത് 5 ലക്ഷം എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഒരു 5 ലക്ഷം റീസ്റ്റോർ ആവും. പിന്നെ ഇതിൽ മാക്സിമം 10% വെച്ചിട്ടാണ് കുമുലേറ്റീവ് ബോണസ് കൂടിക്കൊണ്ടിരിക്കുന്നത്. ഗ്യാരണ്ടീഡ് ആയിട്ട് പോകുന്നുണ്ട്. 100% ആവുന്ന വരെ ഇയർലി 10% വെച്ച് കൂടുന്നുണ്ട് കുമുലേറ്റീവ് ബോണസ്. പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവുന്നതിനുള്ള 90 ദിവസത്തെ ചിലവുകളും ഡിസ്ചാർജ് ചെയ്തിട്ടുള്ള 180 ഡേയ്സും കവർ ചെയ്യുന്നുണ്ട്. ഒരു കാര്യം കൂടി, ഇത് മെറ്റേണിറ്റിക്ക് ബാധകമല്ല, ഇത് ഹെൽത്ത് ഇൻഷുറൻസിൽ വരുന്ന കവറേജിൻ്റെ കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ ആയുഷ് കവേർഡാണ്, അപ് ടു സം ഇൻഷുർഡ് വരെ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇനീഷ്യൽ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് 30 ദിവസമാണ്. പിന്നെ സ്പെഷ്യൽ ഡിസീസിനുള്ള വെയിറ്റിംഗ് പീരീഡ്, ഈ പറഞ്ഞ പോലെ പൈൽസ്, ഹെർണി ഇങ്ങനെയുള്ള ചില അസുഖങ്ങൾക്കൊക്കെ വരുന്ന വെയിറ്റിംഗ് പീരീഡ് 1 ഇയർ ആണ്, 12 months ആണ്. പ്രീ എക്സിസ്റ്റിംഗ് നിലവിലുള്ള അസുഖങ്ങൾക്ക് കവറേജ് കിട്ടുന്നത് 12 months ആണ് വെയിറ്റിംഗ് പീരീഡ് വരുന്നത്. പ്രീമിയം താരതമ്യേന കൂടുതലാണ്. ഒരു 5 ലക്ഷത്തിന് 17,000 സംതിങ്, ഒരു 18 രൂപയ്ക്ക് അടുത്താണ് വരുന്ന പ്രീമിയം നമുക്ക് ഈ ഒരു പ്ലാനിൽ. അതുപോലെ 5ാമതായിട്ട് സ്റ്റാർ ഹെൽത്തിൻ്റെ സ്റ്റാർ അഷ്യൂർ എന്ന് പറയുന്ന ഒരു പോളിസിയാണ്. ഒത്തിരി ആൾക്കാർ ചൂസ് ചെയ്യുന്ന ഒരു പോളിസിയാണ് ഇപ്പം നിലവിൽ. നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് സ്റ്റാർ ഹെൽത്തിൻ്റെ അഷ്യൂർ എന്ന് പറയുന്നത്. ഇത് എടുക്കാൻ പറ്റുന്നത് 18 വയസ്സ് മുതൽ 75 വയസ്സ് വരെയുള്ളവർക്കാണ് ഈ ഒരു പോളിസി നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നത്. മെറ്റേണിറ്റി വെയിറ്റിംഗ് പീരീഡ് നേരത്തെ നിബോപ്പയുടെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും നമുക്ക് വെയിറ്റിംഗ് പീരീഡ് വരുന്നത് 24 മാസമാണ്. 2 വർഷമാണ് വെയിറ്റിംഗ് പീരീഡ് വരുന്നത് നമുക്ക്. ഇവിടെ മെറ്റേണിറ്റി കവറേജ് വരുന്നത് 10% സം ഇൻഷുർഡ് ആണ്. അതായത് 5 ലക്ഷം എടുത്ത വ്യക്തിക്ക് 50,000 ആണ് നമുക്ക് മെറ്റേണിറ്റി കവറേജ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ 10 ലക്ഷം എടുത്ത വ്യക്തിക്കാണെങ്കിൽ 1 ലക്ഷം വരെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് മെറ്റേണിറ്റി കവറേജിന് വേണ്ടിയിട്ട് 2 വർഷം കഴിഞ്ഞിട്ട്. അതുപോലെ തന്നെ ഇതിൽ ന്യൂ ബോൺ ബേബി കവറേജ് എന്ന് പറയുന്നത് 5 ലക്ഷം 10 ലക്ഷം എടുക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ 2 ലക്ഷം വരെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് കൺജൻഷണൽ ഡിസോർഡേഴ്സ് പോലും കവർ ചെയ്യുന്നത്, കുട്ടികൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വൈകല്യങ്ങളൊക്കെ നമുക്ക് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവർ. നെക്സ്റ്റ് പോളിസി എക്സ്പയർ ആവുന്നത് നെക്സ്റ്റ് റിന്യൂവൽ ടൈം വരെയാണ് നമുക്ക് കിട്ടുന്നത്. 2 ലക്ഷം വരെ കിട്ടുന്നുണ്ട്. നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫീച്ചറാണ്. കൺജൻഷണൽ ഡിസോർഡേഴ്സ് കവർ ചെയ്യുന്നതും കുട്ടികൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ അസിസ്റ്റഡ് റീപ്രൊഡക്ഷൻ, അതായത് IVF പോലുള്ള ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസുകളും കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. 5 ലക്ഷത്തിന് എടുക്കുന്നവർക്കാണെങ്കിൽ 1 ലക്ഷം രൂപയും 10 ലക്ഷം രൂപ എടുക്കുന്നവർക്കാണെങ്കിൽ 2 ലക്ഷം രൂപ വരെയുള്ള കവറേജും കിട്ടുന്നുണ്ട്. 2 വർഷം കഴിയുമ്പോഴാണ് ഈ ഒരു ഫെസിലിറ്റി കിട്ടുന്നത്. അപ്പോൾ നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. അതുപോലെ തന്നെ ഇതും ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 5 ലക്ഷം മുതൽ 2 കോടി വരെയുള്ള സം ഇൻഷുർഡിലാണ് ഈ ഒരു പോളിസി അവൈലബിൾ ആയിട്ടുള്ളത്. 5 ലക്ഷത്തിൻ്റെ ഇതിൻ്റെ റൂം റെൻ്റ് കാര്യം പറയുകയാണെങ്കിൽ 5% ആണ്. 5 ലക്ഷം എടുക്കുന്നവർക്ക് 1% ആണ്. 10 ലക്ഷം എടുക്കുന്നവർക്കാണെങ്കിൽ നമുക്ക് എനി റൂം ചൂസ് ചെയ്യാം, എക്സെപ്റ്റ് സൂട്ട് റൂം. അപ്പോൾ ഈ ഒരു പോളിസി എടുക്കുമ്പോൾ മെയിനായിട്ട് ഒരു 10 ലക്ഷം രൂപ എടുക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ റീസ്റ്റോറേഷൻ അൺലിമിറ്റഡ് ടൈംസ് കിട്ടുന്നുണ്ട്. അതായത് സെയിം അസുഖത്തിനും ഡിഫറെൻറ്റ് ഇല്ലസിനൊക്കെ റീസ്റ്റോറേഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുമുലേറ്റീവ് ബോണസും ഇവിടെയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 25% വെച്ച് ഇയർലി നമുക്ക് 25% വെച്ച് അപ് ടു 100% ആവുന്ന വരെ 100% ആവുന്ന വരെ അവർ പോകുന്നുണ്ട് ഈ ഒരു പ്ലാനിൽ. പിന്നെ ഇവിടെയും പ്രീ പോസ്റ്റും 60, 180 കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ആയുർവേദ കവറേജ് അപ് ടു സം ഇൻഷുർഡ് കവർ ചെയ്യുന്നുണ്ട് ഈ ഒരു പോളിസിയിൽ. പിന്നെ വെയിറ്റിംഗ് പീരീഡിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ 30 ദിവസമാണ് പോളിസി ആക്റ്റീവ് ആവാനായിട്ടുള്ളത്. ഇവിടെയും 24 months ആണ് ഈ സ്പെഷ്യൽ ഡിസീസിനുള്ള വെയിറ്റിംഗ് പീരീഡ്. പ്രീ എക്സിസ്റ്റിംഗ് വെയിറ്റിംഗ് പീരീഡ് 36 മാസമാണ്. പ്രീമിയം താരതമ്യേന കുറവാണ്. 11,000 ഒരു 12 രൂപയ്ക്ക് അടുത്ത് പെൻകോഡിനനുസരിച്ച് വ്യത്യാസം വരും പ്രീമിയം. പക്ഷേ എങ്കിലും കമ്പാരിറ്റീവ്ലി റേറ്റ് കുറവുണ്ട് സ്റ്റാറിൻ്റെ അഷ്യൂർ. ഒത്തിരി ആൾക്കാർ എടുക്കുന്നൊരു പോളിസിയാണ്. മെറ്റേണിറ്റിക്ക് 2 വർഷം കഴിഞ്ഞിട്ട് മതി എന്നുള്ള ഒരു പ്ലാൻ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ പ്രിഫർ ചെയ്യാൻ പറ്റിയൊരു പ്ലാനാണ് സ്റ്റാറിൻ്റെ അഷ്യൂർ എന്ന് പറയുന്ന ഒരു പ്ലാൻ. ഈ 5 കമ്പനിയുടെ കമ്പാരിസണിൻ്റെ കൂടെ തന്നെ ഞാനൊരു മറ്റൊരു കമ്പനിയോടും പരിചയപ്പെടുത്തുകയാണ്. ഇത് റിന്യൂബൈ എന്ന് പറയുന്ന ഒരു ബ്രോക്കിംഗ് ഫേമിൻ്റെ ഒരു റീറ്റെയിൽ പോളിസി അല്ല, ഇത് ഗ്രൂപ്പ് ഇൻഷുറൻസ് ആണ്. ഈ ഒരു കമ്പനി എടുത്ത് ഇതുപോലെ തന്നെ ഒരു പ്ലാൻ, ഗോൾഡ് പ്ലാൻ, സിൽവർ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇത് വളരെ അട്രാക്റ്റീവ് ആണ്. ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 ലക്ഷം രൂപയുടെ പോളിസി എടുത്താൽ തന്നെ നമുക്ക് 50,000 വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് കമ്പനി പറയുന്നത്. വെറും 9 മാസമാണ് വെയിറ്റിംഗ് പീരീഡ് വരുന്നുള്ളൂ. അപ്പോൾ ഭാര്യയും ഭർത്താവ് ഒരു 45 വയസ്സിനുള്ളിലുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മളൊരു പോളിസി എടുക്കുകയാണെങ്കിൽ 7,000 രൂപയ്ക്ക് അടുത്ത് വരുന്നുള്ളൂ എന്ന് പറഞ്ഞ് 2 ലക്ഷത്തിൻ്റെ കവറേജ് എടുത്താൽ പോലും നമുക്ക് 50,000 രൂപയുടെ കവറേജ് കിട്ടുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ പ്രീയും പോസ്റ്റും സിംഗിൾ റൂമിൻ്റെ കാര്യത്തിലാണെങ്കിൽ സിംഗിൾ പ്രൈവറ്റ് ഏസ് റൂം യൂസ് ചെയ്യാം. അതുപോലെ പ്രീ പോസ്റ്റ് 30, 60 ഒക്കെ കവർ ചെയ്യുന്നുണ്ട്. മെറ്റേണിറ്റിക്കാണെങ്കിൽ 50,000 രൂപ കവർ ചെയ്യുന്നുണ്ട്.
ആയുഷ് ട്രീറ്റ്മെൻറ്റ് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാൻ എടുക്കുകയാണെങ്കിൽ നിലവിലിപ്പോൾ നമുക്ക് മെറ്റേണിറ്റി ഇല്ലാത്ത നോർമൽ പ്ലാനാണ് നിങ്ങൾ എടുത്ത് വെച്ചിട്ടുള്ളതെങ്കിൽ ഈ ഒരു പ്ലാൻ വേണമെങ്കിൽ സൈഡിൽ കൂടെ നമുക്ക് വേണ്ടി എടുത്ത് വെക്കാം. ഇത് പോർട്ടബിലിറ്റി ഇല്ല, പക്ഷേ മെറ്റേണിറ്റി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ വേറൊരു പൈസ കൊടുത്ത് ഇത്രയും എക്സ്പെൻസ് മുടക്കാതെ തന്നെ ഈ ഒരു പോളിസി വേണമെങ്കിൽ സൈഡിൽ കൂടെ നമുക്ക് എടുത്ത് വെക്കാം. ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ 2 ലക്ഷത്തിൻ്റെ പോളിസി എടുത്താലും നമുക്ക് 50,000 വരെ ക്ലെയിം ചെയ്യാൻ പറ്റുമെന്നാണ് ഈ ഒരു കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ നോക്കാം. റിന്യൂബൈയുടെ സിൽവർ പ്ലാനുണ്ട്, ഗോൾഡ് പ്ലാൻ അവൈലബിൾ ആണ്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. ശരിക്കും ഒരു മെറ്റേണിറ്റി പ്ലാനിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒത്തിരി കമ്പനികൾ അവൈലബിൾ ആയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയ ഒരു സജഷനാണ് ഫ്യൂച്ചർ വാലിയുടെ ഹെൽത്ത് സൂപ്പർ സേവർ നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള പോളിസിയാണ്. കുറച്ചുകൂടിയും വെയിറ്റ് ലിമിറ്റ് കുറവിൽ വേണം, കുറച്ചുകൂടിയും റേറ്റ് കുറവിന് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പെട്ടെന്ന് മെറ്റേണിറ്റി എക്സ്പെൻസ് വേണമെങ്കിൽ നമ്മുടെ സൂപ്പർ സേവർ ഫ്യൂച്ചർ വാലിയുടെ ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ എനിക്ക് 2 വർഷം കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ പോലെ മെറ്റേണിറ്റി ഇപ്പോൾ ധൃതിയില്ല, 2 വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നുള്ളതെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്റ്റാൻഡ് എഷ്യൂർ നല്ലൊരു പ്ലാനായിട്ട് എനിക്ക് തോന്നി. അത് വേണം എനിക്ക് ചൂസ് ചെയ്യാം. പിന്നെ നിലവിൽ നിങ്ങൾക്ക് മെറ്റേണിറ്റി ഈ പറഞ്ഞ പോലെ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, ഈ പറഞ്ഞ പോലെ റേറ്റ് കുറവിന് ഏതെങ്കിലും പ്ലാൻ വേണം അല്ലെങ്കിൽ ആഡ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ റിന്യൂബൈയുടെ വേണമെങ്കിൽ എടുത്തു വയ്ക്കാം. അത് പോർട്ടിംഗ് ഇല്ല, അതുകൊണ്ട് സൂക്ഷിക്കുക ഒരു പോളിസിയിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് സംശയമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. നന്ദി, നമസ്കാരം. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.